ഞാൻ പലപ്പോഴും ആലോചിക്കും നമ്മൾ എന്തിനെങ്കിലും വഴക്ക് കൂടിയതല്ലേ. അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ തന്നെ അതാണ് സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുണ്ടാക്കാൻ പറ്റും. അതാണ് ചട്ടിയും കുട്ടിയും തട്ടിയും മുട്ടി. ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടി എന്നൊക്കെ ചട്ടിയും കുട്ടി അതെന്തൊരു കട്ടി അല്ല, അത് തന്നെ ആ സാധനം തന്നെ. ശരി, വിഗും കൂടെ വേണമായിരുന്നു കേട്ടാ. വിക്ക് വേണ്ട, അത് എനിക്ക് ഞാൻ വിക്ക് വയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ അന്ന് ഞാൻ ഒരു ദിവസം രുക്കുവിൻ്റെ അടുത്ത് ഞാൻ വിക്കും വെച്ചോണ്ട് പോയി. അപ്പോൾ രുക്കു പറഞ്ഞു, ജയൻ ചേട്ടൻ വിക്ക് വയ്ക്കുമ്പോൾ ചേരൂല, വിക്ക് വയ്ക്കണ്ട. ജയൻ ചേട്ടൻ വിക്ക് ഇല്ലാതെ ജയൻ ചേട്ടൻ കാണാനായിട്ട് ഫഹദ് ഫാസിലിനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അതെ, നമ്മൾ സിനിമ തന്നെ ഫഹദ് ഫാസിലില്ലേ അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ, അതുപോലെ പിന്നെ അതുകൊണ്ടാണ് കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ വിക്ക് വയ്ക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാറ്റി വെച്ചേനെ. 10,000 രൂപ കിട്ടുമെന്ന് പറയണ കേട്ടു. 5,000 രൂപ കിട്ടും. നമ്മൾ അന്ന് മറ്റേ വാങ്ങിച്ചില്ലേ, അത് വാടക. അല്ല, പുള്ളിയുടെ കയ്യിലുണ്ട് ഇഷ്ടംപോലെ വിക്കുകൾ കാണും. അപ്പൊ അവര് പറഞ്ഞോണ്ടാണ് ഞാൻ വയ്ക്കാത്തത്. ശരി, വിക്കുകളുണ്ടെങ്കിൽ നമ്മള് ബാക്കി ആൾക്കാർ കാണുമ്പോ ഒരു രസമല്ലേ. ഇത് വേണ്ട, ഇത് തന്നെ നല്ല രസമല്ലേ. അല്ലെങ്കിൽ ലുക്ക് പറയും എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അനങ്ങല്ലേ, കരി കൊണ്ടുള്ള പരിപാടിയാണ്. അനങ്ങല്ലേ അല്ലേ. എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം നമ്മൾ കാണിക്കും. ഞാൻ മറ്റേ ബ്യൂട്ടി പാർലറിൽ പോകാന്ന് വിചാരിച്ചതാണ്. എന്തിന്? അപ്പൊ അത് തന്നെ വേണ്ട. ഞാനുള്ള ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യം പൈസ കൊണ്ട് കളയാന്നുള്ള. അവിടെ ഓരോ ആൾക്കാരൊക്കെ രാവിലെ 5 മണി തൊട്ടാണ് അവിടെ പോയിരിക്കണം. 4:30 5 മണിക്കൊക്കെ പോയിരുന്നു. ആവശ്യം എന്ത്? നമ്മളവിടെ ഇരിക്കുമ്പോൾ കാര്യമൊന്നുമില്ല. നമുക്കൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ കിടക്കുന്നില്ല കഴിഞ്ഞ ഇവിടെ ഒരു ചെറിയൊരു കുണിപ്പ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ മറ്റേ ഇവിടുത്തെ ഒരു ഉണ്ണിയില്ലേ, ആ ഉണ്ണി പോലെ ഒരുപാട് ഉണ്ണി കൊണ്ടിട്ട് കഴിയുമ്പോൾ ബ്യൂട്ടി മാർക്ക് എന്നാണ് അതിനെ പറയാം. കണ്ണൂടായിരിക്കാനല്ല, ഇത് ഇടുമ്പോൾ ഒരു ചെറിയ സൗന്ദര്യമാണ്. ചില ആൾക്കാർ ഇപ്പൊ ടാറ്റു ഒക്കെ ചെയ്യുന്നത്. ചെറിയ അപ്പുറത്ത് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. ഇത് പോയിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റേ പിള്ളേർക്ക് പൗഡർ ചെയ്യൂലേ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. നമ്മള് പണ്ട് ഞാൻ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കട ഇടാറുണ്ട് അതുപോലത്തെ. എവിടെ കട? നമ്മളെ ഇടാണ് നമ്മള് ഈ അലുവയും എല്ലായിട്ടും നടക്കുന്നുണ്ടേ. ഒന്നും നടക്കില്ലേ, ബേക്കറി ഒക്കെ ആയതുകൊണ്ടാണ് ബേക്കറി ഒന്നും നടക്കാത്തത്. അവിടെ നിന്ന് മാറാൻ സമയം കിട്ടില്ല. എനിക്കേ അനങ്ങല്ലേ. ഇല്ല 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 കഴിഞ്ഞ ഇത് കാണിച്ചതാ, നോക്കട്ടെ. ഇല്ല ഇല്ല, താടി ഒന്ന് കട്ടാക്കാവേ. സത്യം നിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നീ മാത്രമേ ഉള്ളൂ. അതാണ് പറയണത്, നമ്മൾ നല്ലത് ചെയ്താൽ ആരെങ്കിലും നമ്മളെ കൂടെ കാണുമെന്ന്. അത് കാണും, ഉറപ്പായിട്ട് കാണും. അതാണ് ഇപ്പോൾ നോക്കിയാൽ കല്യാണത്തിന് നീ മാത്രമേ ഉള്ളൂ. അതെ, പ്രശ്നമൊന്നും ഉണ്ടാവും നോക്കണം കേട്ടോ. അവിടെ മറ്റേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയവും. അമ്മാരൊന്നും വരാനൊന്നുമില്ല. കണ്ണാടി നോക്കട്ടെ. അത് കഴിഞ്ഞാ നേരെ ഓക്കെ. അവിടെ ഒരു മുടി പൊങ്ങി ഇവിടെ ഓക്കെ. കണ്ണാടി നോക്കട്ടെ. ചിരിച്ചേ നല്ല രീതി. എങ്ങനെയുണ്ട്? എന്തോ കാണിച്ചു വെച്ചിരിക്കണേ. ഞാൻ ജീപ്പ് മുമ്പേ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഇത്രയും ദുഷ്ടത്തിനെ കാണിക്കല്ലേട്ടാ.